മക്കളെ, അപ്പൊ നമ്മുടെ 9ാം ക്ലാസ് ബയോളജിയിലെ എക്സ്പെക്റ്റഡ് വെയിറ്റേജ് ആണ് മിസ് ഇതായി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഇതൊരു ഒഫീഷ്യൽ ആയിട്ട് വന്നിട്ടുള്ള വെയിറ്റേജ് അല്ല, പക്ഷേ നമ്മളുടെ ഒരു എക്സ്പെക്റ്റഡ് വെയിറ്റേജ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ലൈവുകൾ എൻ്റെ കുട്ടികൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള തിയറി ക്ലാസ്സസ്, അതുപോലെ ഷുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് നമ്മുടെ മോർണിംഗ് മാരത്തണിലൂടെ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ എല്ലാ ചാപ്റ്റേഴ്സും ഫുൾ സെറ്റാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, വൈകിട്ടുള്ള ലൈവ് ഒരു കാരണവശാലും മിസ് ചെയ്യാതിരിക്കാം. ഓക്കെ, സോ അതേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 ചാപ്റ്റേഴ്സ് നമ്മുടെ ഫസ്റ്റ് ടേമിലുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് കുറവ് വെയിറ്റേജ് ഉള്ളത്. കാരണം അതല്ല, നിങ്ങളുടെ പബ്ലിക് എക്സാമിനൊക്കെ വരുമ്പോൾ ഈ വെയിറ്റേജിൽ വ്യത്യാസം ഉണ്ടാവും. ഇത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള വെയിറ്റേജ് ആണ്. അപ്പോൾ നമ്മൾ ലൈഫ് പ്രോസസ് നോക്കുകയാണെങ്കിൽ ഒരു 3 മാർക്സിൻ്റെ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. ആൻഡ് നമ്മുടെ ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ന്യൂട്രിയൻസ് നോക്കുകയാണെങ്കിൽ ഒരു 4 മാർക്സിൻ്റെ ക്വസ്റ്റൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ സെക്കൻഡ് ടേമിലേക്ക് വരുന്ന സമയത്ത് റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് 14 മാർക്സിന് ഏകദേശം 35% ക്വസ്റ്റ്യൻസ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ എന്തായാലും അടിപൊളിയായിട്ട് പഠിക്കാം. അതേപോലെ തന്നെ മക്കളെ, നമ്മുടെ ബിഹൈൻഡ് മൂവ്മെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ 17 മാർക്സിനോടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 42% വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഒരു ക്രിസ്മസ് എക്സാമിന് ബിഹൈൻഡ് മൂവ്മെന്റ്സ്. ഇനി നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നോക്കുകയാണെങ്കിൽ അതിലാകെ നിങ്ങൾക്ക് കുറച്ച് പോർഷൻ മാത്രമേ ഉള്ളൂ. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഭാഗം വരെ മാത്രമേ ഉള്ളൂ, കംപ്ലീറ്റ് ചാപ്റ്റർ ഇല്ല. കംപ്ലീറ്റ് ചാപ്റ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു 2 മാർക്സ്, അതായത് ഒരു 5% ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. സോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് എക്സാമിന് നമ്മുടെ ബയോളജിയുടെ 9ാം ക്ലാസ്സിലെ ബയോളജിയുടെ വെയിറ്റേജ് വരുന്നത്. സോ എൻ്റെ കുട്ടികൾ എല്ലാവരും ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കി ഇതേപോലെ തന്നെ പഠിക്കുക. ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അവിടെ ഉണ്ടാവും. ഇനിയിപ്പോൾ പലരും തന്നെ ഉണ്ടാകും, മിസ് ഇതിലൊന്നും ഞങ്ങൾ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഇവിടെ വരെ ഒന്നും ഞങ്ങൾ എത്തിയിട്ടില്ല, ഞങ്ങൾക്ക് ഇനി ഫസ്റ്റ് മുതൽ ഫ്രഷ് ആയിട്ട് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ക്രാഷ് ബാച്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ നമ്മുടെ ക്രാഷ് ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ക്രാഷ് ബാച്ച് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. 10ാം ക്ലാസ്സിലെ നമ്മുടെ എക്സാമിനറിൻ്റെ ലക്ഷ്യ ബാച്ചിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ക്രാഷ് ഫ്രീ ആയി കിട്ടും. സോ ഈ രീതിയിൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. സോ ഇതെൻ്റെ മക്കളെല്ലാവരും നോട്ട് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്.